ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീക്ക് ഞാൻ ആനിവേഴ്സറി വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് കമൻറ്റ്സ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ഡ്രസ്സൊക്കെ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ അങ്ങനെ ഡ്രസ്സിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇന്നത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 6 വർഷമല്ല, അപ്പോൾ 6 വർഷം മുന്നേയുള്ള ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ വേറെ എന്താണ്, അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് അൺബോക്സിങ് ഉണ്ട്. പിന്നെ നല്ല അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ, നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കൈവീശൽ. എല്ലാ മലബാർ ഏരിയയിലും എല്ലാവരും ഉണ്ട് തോന്നുന്നു, പക്ഷെ നമ്മുടെ ഭാഗത്തൊക്കെ കൈവീശൽ എന്നാണ് കേട്ടോ ഇതിന് പറയാം. അതും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താണ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ കാണുക കേട്ടോ. അതുപോലെ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ഒരു മോട്ടിവേഷൻ കേട്ടോ വീഡിയോ ഇടാനുള്ള. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് സിബ്ലിങ്സ് ഫാഷൻസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇവരുടെ തന്നെ ഇൻസ്റ്റാ പേജും ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇൻട്രോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് അൺബോക്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഇട്ടതാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പോവിനെ, നല്ല 3/4 നല്ല വലുപ്പമുള്ള സ്ലീവ് ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ലൈസ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ശരിക്കും എടുത്ത് പറയേണ്ടത് മെറ്റീരിയലാണ് കേട്ടോ. നല്ല പക്ക പെർഫെക്റ്റ് തന്നെ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ വന്നിട്ട് 4 കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാനിത് സെലക്ട് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ നല്ല ഭംഗിയില്ല ആ ഒരു കളർ കോംബോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ പേജസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നല്ല കിഡിലും പോലത്തെ കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ എന്ന് പറയുന്ന പാർട്ടി വെയേഴ്സ് ഉണ്ട്, പാകിസ്ഥാൻ സ്യൂട്ട്സ് ഉണ്ട്, മോഡസ്റ്റ് വെയേഴ്സ് ഉണ്ട്, കാഷ്വൽ വെയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ചും കിഡ്സിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ വാച്ചസ് കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രത്യേകിച്ചും കസ്റ്റമൈസേഷൻ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ, നിങ്ങളുടെ ഡിസൈനനുസരിച്ചിട്ടുള്ള. പിന്നെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഇപ്പോൾ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെഡ്ഡിങ് ഓർഡേഴ്സൊക്കെ ഇവർ എടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് കസ്റ്റമൈസ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഹസ്ബൻഡ് കപ്പിൾ കോംബോ ഇല്ലേ അത്, പിന്നെ ഡോട്ടർ ആൻഡ് മോം കോംബോ, ഈ ഒരു കോംബോ കാര്യങ്ങളൊക്കെ ഇവർ ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പിൽ ഇവർ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ പേജസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ സിബ്ലിങ്സ് ഫാഷൻസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ കുറേ സൈഡിൽ കാത്തേക്കുന്ന വെഡ്ഡിങ് ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് അത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ തന്നെ കാണിച്ചു തരാം. ഞാൻ മൈലാഞ്ചിൻ്റെ അന്ന് ഫസ്റ്റ് ഇട്ടത് തൊട്ടിട്ട് കല്യാണത്തിൻ്റെ അന്ന് ലാസ്റ്റ് ഇട്ട് വരെയുള്ള ഡ്രസ്സുകൾ ഓർഡർ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് പറഞ്ഞു തരാം ആരൊക്കെ വാങ്ങി തന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രസ്സുകൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൈലാഞ്ചിൻ്റെ ദിവസം ഫസ്റ്റ് ഇട്ട ഡ്രസ്സാണ് ഇത്, അത് കാണാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് പിങ്ക് ലെഹങ്കയാണ് വരുന്നത്. ഒരു സ്കേർട്ടും ഒരു ടോപ്പ് ഷോളും വരുന്നുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു ഷോളിൻ്റെയൊക്കെ ലേസ് വർക്ക് വരുന്നില്ല, ഒരു ഗോൾഡൻ ഷെയ്ഡ്, അതിൻ്റെ കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. പക്ഷേ നമ്മളിത് ഹെവി ആയിട്ട് കല്യാണത്തിന് അന്ന് ഇടാന്നുള്ള രീതിക്ക് വാങ്ങിയതല്ല. ഇത് നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ മൈലാഞ്ചി ദിവസേന എൻ്റെ നിക്കാഹ് ഏതാണ്ട് ഒരു അസറിൻ്റെ സമയത്ത് 4:30 മണി അങ്ങനെ. അപ്പോൾ ആ ഒരു ടൈമിൽ നിക്കാഹിന് വീട്ടിൽ നിന്ന് എല്ലാവരും പള്ളിയിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ മഹർ കൊണ്ടുവരുന്ന സമയം വരെ ഏതാണ്ട് 1 മണിക്കൂർ ചുരുങ്ങിയത്. ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങി നിൽക്കണം നമ്മൾ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സിന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവർ ഭയങ്കര ഹെവി ആയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. അന്നേരം സിമ്പിളേ വാങ്ങും എല്ലാവരും, കാരണം കുറച്ച് ടൈമേ നമ്മൾ ഒരുങ്ങി നിൽക്കുള്ളൂ. ഏറിപ്പോയി 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, ഈ മഹർ കൊണ്ടുവരുന്ന ആ ഒരു സമയം മാത്രം ആൾക്കാർ പോകുന്ന ടൈമിൽ ഒന്ന് റെഡിയായി നിൽക്കുക, അത് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇതേനും ഞാൻ മൈലാഞ്ചിൻ്റെ അന്ന് അസറിൻ്റെ ടൈമിൽ ഫസ്റ്റ് ഇട്ട ഡ്രസ്സ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പോനെ, ഒരു ബ്ലൂ ഷോള്, ഇങ്ങനെ സ്കേർട്ട് വന്നിട്ട് ആ ഒരു ടോപ്പെല്ലാം വന്നിട്ട് നല്ലൊരു കോമ്പിനേഷനും നല്ല ആ ഒരു ടൈമിൽ നല്ലൊരു വർക്ക് തന്നെ കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രസ്സ് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഉമ്മാൻ്റെ അനിയത്തി, അതായത് ഇളയമയാണ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് മാറ്റിയിട്ടുള്ളത്. മൈലാഞ്ചിൻ്റെ അന്ന് ദിവസം നിക്കാഹിൻ്റെ സമയത്ത് ആ പിങ്ക് ഇട്ടല്ലോ, അതിനുശേഷം രണ്ടാമത് മാറ്റുന്ന ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂരെ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണ പെണ്ണിന് ഏട്ടത്തിമാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഡ്രസ്സ് മാറ്റുക. പക്ഷേ എനിക്കിപ്പോൾ ഏട്ടത്തിമാരൊന്നുമില്ല, ഞാൻ മൂത്ത മോളാണ് എൻ്റെ ഉമ്മാക്ക്, എനിക്ക് അനിയത്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ മൂത്തമ്മ ഇളയമ്മമാരാണ് ഡ്രസ്സ് മാറ്റുക, ഏട്ടത്തിമാരില്ലാതെ ബ്രൈഡിനെ. അപ്പോൾ എനിക്ക് ഏട്ടത്തി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് മാറ്റിയിട്ടുണ്ടായത്. അപ്പോൾ അവരെ ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് അന്ന് മാറ്റുക, മൊത്തത്തിൽ നല്ല ബ്രൈഡ് ലുക്കെല്ലാം ആക്കി മാറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറിൽ തന്നെ വന്നിട്ടുള്ള നല്ല വീതിയുള്ള ബ്ലൂ ബോർഡർ, പിന്നെ മൊത്തത്തിൽ ഈ ഒരു ചിക്കു ഷെയ്ഡ്, ക്രീം ഷെയ്ഡ് വരുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു കല്യാണത്തിൻ്റെ സമയം എന്ന് പറയുന്നത് 6 വർഷം മുന്നേയുള്ള ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ചിക്കു കളറും പീച്ച് കളറും, ഈ 2 കളേഴ്സ് തമ്മിലൊരു ട്രെൻഡിങ് ടൈമേനു കേട്ടോ. ഭയങ്കര അടിയും മത്സരേനും കേട്ടോ. എല്ലാ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ ബ്രൈഡിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടുതലായിട്ട് കാണിച്ചു തരാം. കാരണം ആ ഒരു സമയത്ത് എന്താണെന്ന് അറിയില്ല, ചില കളേഴ്സ് ഉണ്ടല്ലോ ഓരോ ടൈമിൽ ട്രെൻഡായി വരുന്നത്. ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ്ങിനും എനിക്ക് കിട്ടുന്ന ഒട്ടുമിക്ക ഡ്രസ്സും എല്ലാം ഈ കളേഴ്സിലേനും കേട്ടോ. പക്ഷെ നല്ല ഭംഗിയല്ലേ ഈ ഒരു കോംബോ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ്, ഇതും ലെഹങ്ക തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസത്തെ ഡ്രസ്സ് നോക്കാം. മൈലാഞ്ചിൻ്റെ ദിവസം 2 എണ്ണേനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കല്യാണത്തിൻ്റെ ദിവസം ആദ്യം ഇട്ടിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതെൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഡ്രസ്സാണ്, സാരിയാണ്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ആർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് തോന്നുന്നൊരു ഐറ്റാണ്. അപ്പോൾ ഞാൻ ആനിവേഴ്സറി വീഡിയോ ഇട്ട ടൈമിൽ അതിൽ ഈ ഒരു സാരി കാണിച്ചിട്ടുണ്ടല്ലോ, എല്ലാ കമൻസും ഈ സാരിക്കായിരുന്നു കേട്ടോ. ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, എനിക്ക് സാരി എടുത്തിട്ടാണ് നല്ല ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം, നിങ്ങൾ ഓരോ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെയാണ്, ബാക്കിൽ ഫുൾ വർക്ക്, സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ആ ഒരു ബോർഡർ. അപ്പോൾ സാരി വന്നിട്ട് ഈ ഒരു മെറൂണ് ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറുമാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്താലൊക്കെ നല്ല നീറ്റിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലും കാര്യങ്ങളും തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ സൈഡിൽ കൊടുക്കട്ടെ. പിന്നെ എല്ലാ ഫോട്ടോസും കൊടുത്താൽ എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കും, വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ ഇതിൻ്റെ അന്ന് കല്യാണത്തിൻ്റെ ഡേ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു സാരിയിൽ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിയൊരു സാരിയില്ല, അതിനിട്ടിട്ടുള്ള ഷോളാണ് ഇത്. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന നല്ല വീതിയുള്ള ബോർഡറൊക്കെ ആയിട്ട്, ഒരു സൈഡ് മാത്രം വീതി ബോർഡർ, മറ്റേ സൈഡിൽ നേരെ ലൈസ് മാത്രമായിട്ടുള്ള വരുന്ന നല്ല ഭംഗിയുള്ള ഷോളാണ്. ഇതും നല്ലൊരു ഗോൾഡൻ കളറാണ് വരുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഇത് ഷെമ്മൂൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറ്റാൻ വരുമല്ലോ, അങ്ങനെ മാറ്റിയിട്ടുള്ള ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇതൊരു സ്കൈ ബ്ലൂ കളറാണ്. പക്ഷേ ഇത് ലെഹങ്കയാണ് വന്നിട്ട്, ടോപ്പും സ്കേർട്ടും ഷോളും ആണ്. ഇത് ഭയങ്കര വെയിറ്റ് ആകട്ടെ, ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിൽ ഭയങ്കര വെയിറ്റ് വരുന്നത്, മറ്റേ സ്റ്റോൺ ടൈപ്പ് വർക്ക് ആയതുകൊണ്ട് തന്നെ. പക്ഷെ നല്ല ഭംഗിയുള്ള വർക്കും കാര്യങ്ങളും തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിൻ്റെ കൂടെ, ഷെമ്മൂൻ്റെ കല്യാണത്തിൻ്റെ കൂടെ ഒരു അനിയൻ്റെതും കൂടി ഉണ്ടായിരുന്നു. 2 പേരുടെ ഒന്നിച്ച് തന്നെ കല്യാണം. അപ്പോൾ എനിക്കും അനിയൻ്റെ വൈഫിനും ഇതേ സെയിം ഡ്രസ്സ് തന്നെ, മോഡലും ഡിസൈനും വർക്കും ഒക്കെ സെയിം, കളറ് മാത്രം വ്യത്യാസം കേട്ടോ. എൻ്റേത് ഈ ഒരു സ്കൈ ബ്ലൂ കളറ്, അവളുടേത് ഒരു പിങ്കും പീച്ചും റെഡും ഒക്കെ മിക്സായിട്ട് വരുന്നൊരു പിങ്ക് പോലത്തെ ഒരു കളർ കേട്ടോ. എന്താ കളറിന് കറക്റ്റ് പേര് പറയാനറിയില്ല, അങ്ങനത്തെ എന്തോ ഒരു കളറുള്ളത്. അപ്പോൾ ഇതാ സെയിം വർക്കൊക്കെ സെയിം തന്നെയാണ് രണ്ടാളതും. അപ്പോൾ ഇതാ അത് ഈ ഒരു ഡ്രസ്സ് ഇതുപോലെ നെറ്റ് ഷോള് വരുന്നുണ്ട്. ഷോളൊക്കെ ഭയങ്കര ഹെവിയാണ് കേട്ടോ, ഭയങ്കര ഈ ഒരു സ്റ്റോൺ ടൈപ്പ് വർക്കായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയും ഞാൻ ഫോട്ടോസ് സൈഡിൽ കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ മൈലാഞ്ചിൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് 4 ഡ്രസ്സാണ് ടോട്ടൽ മാറ്റിയത്. ഇനിയിപ്പോൾ അടുത്തത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതൊരു സാരിയാണ്. ഈ ഒരു സാരി വന്നിട്ട് നമ്മുടെ സൽക്കാരത്തിൻ്റെ സാരിയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്സിൻ്റെ വീട്ടിലേക്കും ഇങ്ങോട്ടേക്കും ആൾക്കാർ വന്നിട്ട് സൽക്കാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹസ്സിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എടുത്തിട്ടുള്ള സാരിയാണ് ഇത്. ഇതും വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ആ ഒരു ചിക്കു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കല്യാണം കഴിഞ്ഞ ടൈമിൽ മൊത്തത്തിൽ എനിക്ക് പെട്ടിയിൽ വെച്ച ഡ്രസ്സും അങ്ങനെയെല്ലാം കൂടുതൽ ഈ ഒരു ഷെയ്ഡിലേനു കേട്ടോ കളറ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സമയത്ത് ഈ ഒരു ചിക്കും പീച്ച് ഈ 2 കളർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ട്രെൻഡിങ് ആയ ടൈമേനു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത്. ഈ ഫോട്ടോയിൽ കാണുന്നതിനെക്കാളും നേരിട്ട് കാണാനും എടുത്തിട്ടും നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ചിക്കു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ, ക്രീം ഷെയ്ഡാണ്. അപ്പോൾ ഇത് എടുത്തിട്ടുള്ള ആ സൽക്കാരത്തിൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലുള്ള കേട്ടോ, ഞാൻ കുറേ ഫോണിൽ തപ്പി കാണുന്നില്ല, ജമ്മുവിൻ്റെ ലൈറ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്താക്കുക, ഇതിൻ്റെ കൂടെ ഏതോ ഒരു വെഡ്ഡിങ്ങിന് പോകുന്ന ടൈമിൽ ലിയൂസ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു ലിയൂസിന് 3-4 മാസമുള്ള ടൈമിൽ ഒരു വെഡ്ഡിങ്ങിന് പോകുന്ന ടൈമിൽ ഞാൻ ഈ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഫോട്ടോ ആണ് അത്. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ കല്യാണ ഡ്രസ്സിൻ്റെ, വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ വിശേഷങ്ങളുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി നോക്കാം. കൈവീശലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടതാണ്, എന്നാലും കാണാത്തവരൊക്കെ ഉണ്ട്, നിനക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര. അപ്പോൾ ഒരു മുട്ടയ്ക്കാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ മതി. ഇത് നല്ല കറക്റ്റ് മധുരമാണ്, ഇതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട. പിന്നെ അതിലേക്ക് നമുക്കൊരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയുമാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടുന്നവരെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ വേണം. അപ്പോൾ മൈദ മൊത്തത്തിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട, ഒരു 1/4 പോർഷൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ചില മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് 1-2 സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുക മൈദയുടെ അളവ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇത് ചുറ്റിയെടുക്കാനുള്ളതല്ലേ കൈവീശൽ ചിരട്ടയിലേക്ക്, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ എൻ്റെത് ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ. 1/2 കപ്പും 2 മുട്ടയ്ക്ക് 1/2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരു സ്പൂണ് കുറയാം കൂടാം, അത് നിങ്ങൾ നോക്കണേ, ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. എന്നാൽ ചൊട്ടു കട്ടയില്ലാതെ പെട്ടെന്ന് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇതുപോലെ ചിരട്ട എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ചിരട്ടയിൽ നമ്മുടെ ഹോളുള്ള ഭാഗമില്ല, അതിൽ ഒരു ഹോള് മാത്രം ഇതുപോലെ പൊട്ടിച്ചെടുക്കുക, ഒറ്റൊരു ഹോള് മാത്രമേ. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഒരു വിരലിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താക്കുക, നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മാവില്ലേ മൈദ മിക്സ്, അത് എത്രത്തോളം നിങ്ങൾക്ക് ചിരട്ടയിൽ കൊള്ളുന്ന അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ ആ ഹോളിൽ വിരൽ വെക്കാൻ വിട്ടുപോകരുത്, അപ്പോൾ അടിയിൽ കൂടി പോകും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ സ്മൂത്തായിട്ട് വരണം കേട്ടോ, ഒട്ടും കട്ടയൊന്നും പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു കൈവീശലിന് മെയിനായിട്ടുള്ള പ്രത്യേകത ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല, നന്നായിട്ടും കിട്ടില്ല. മുട്ടയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ മൈദനെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ, നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. കാരണം ഈ ഐറ്റംസ് എല്ലാം എല്ലാവരുടെയും കിച്ചണിൽ സ്ഥിരമായിട്ടുള്ളതും അല്ലേ, കൂടുതൽ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ അതാ നല്ലപോലെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ട്. എന്നിട്ട് നമ്മുടെ വിരൽ പതുക്കെ ഇങ്ങ് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. പതുക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുറ്റിച്ച് കൊടുക്കുക. എത്രത്തോളം വലുപ്പം വേണം അത് നിങ്ങൾ ഓരോ പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണോ അതിനനുസരിച്ച് ലെയർ ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഭാഗം ഇതുപോലെ ക്ലോസ് ചെയ്ത് എടുക്കുക. നമ്മൾ ജിലേബിയൊക്കെ ചുറ്റിച്ചെടുക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൈ വീശി ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പേര് വന്നിട്ടുള്ളത്. പിന്നെ ചില സൈഡിൽ ചിരട്ടമല എന്നും പേര് പറയും തോന്നും, ചിരട്ടയിൽ ചുട്ടെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാഗത്ത് കൂടുതൽ കൈവീശൽ തന്നെയാണ് കേട്ടോ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ തിരിച്ചു മറിച്ചെടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവാനാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഓവർ അങ്ങനെ കറക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്, പെട്ടെന്ന് ലെയറൊന്നും വിട്ടുപോകാത്ത രീതിക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കൈവീശൽ അല്ലെങ്കിൽ ചിരട്ടമല റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടോടെ ഭയങ്കര ക്രിസ്പി ആയിരിക്കും കേട്ടോ, കുറച്ച് കഴിഞ്ഞ് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ ചൂടോടെ കഴിക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഏത് വെഡ്ഡിങ് ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളതോ ഏതിലെ ഭംഗി എന്നൊക്കെ ഉള്ളതോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്